ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്നാണ്. ഞങ്ങളെല്ലാവരും ഇന്റലിജൻസ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? സാധാരണ നമുക്കറിയാവുന്ന ഒരു ഇന്റലിജൻസ് എന്ന് പറയുന്നത് IQ അല്ലേ? ഒരു സിംഗിൾ എബിലിറ്റി ആയിട്ടാണ് നമ്മൾ അതിനെ പറയുന്നത്. പക്ഷേ ഹൊവാർഡ് ഗാർഡനർ എന്ന് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റ് ഈ 1983 അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വൺ സിംഗിൾ എബിലിറ്റി ലൈക്ക് IQ. ഇൻസ്റ്റെഡ് എന്താണ്, എവറി പേഴ്സൺ ഹാസ് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് ആൻഡ് ഈച്ച് പേഴ്സൺ ഹാസ് എ യുണീക് കോമ്പിനേഷൻ ഓഫ് ദം. അത് ഓരോ പേഴ്സണും ഒരു ഇന്റലിജൻസ് മാത്രമല്ല, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇന്റലിജൻസ് ഉണ്ട്. അത് ഓരോ പേഴ്സണിനും വ്യത്യസ്തമായിരിക്കും. കാരണം ഓരോ ആൾക്കും യുണീക്ക് ആയതുകൊണ്ടിട്ട് അതിനും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് നോക്കുന്നത്? 8 types of intelligence. First one, linguistic intelligence. Second one, logical mathematical intelligence. Third one, spatial intelligence. Fourth one, musical intelligence. Bodily kinesthetic intelligence. Interpersonal intelligence. Intrapersonal intelligence. Naturalistic intelligence. ഇനി നമുക്കിത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്തായിരുന്നു? ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത് എബിലിറ്റി ടു യൂസ് വേർഡ്സ് ഇഫക്റ്റീവ്ലി. വേർഡ്സ് വളരെ നന്നായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് പറയുന്നത്. സാധാരണ ഇത് നമ്മൾ കാണപ്പെടുന്നത് റൈറ്റേഴ്സിലോ പോയിറ്റിസിലോ ടീച്ചേഴ്സ് സ്പീക്കേഴ്സ് ഇങ്ങനെയുള്ളവരിലൊക്കെയാണ് ഈ കഴിവുകൾ നമ്മൾ കാണപ്പെടുന്നത്. അവർ നന്നായിട്ട് വായിക്കുന്നവരായിരിക്കും, അതുപോലെ തന്നെ എഴുതാൻ കഴിവുള്ളവരായിരിക്കും, കഥ പറയാൻ കഴിവുള്ളവരായിരിക്കും, നന്നായിട്ട് സംസാരിക്കുന്നവരായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ഗണത്തിൽപ്പെടുന്നവരെയാണ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ളവരെന്ന് നമ്മൾ പറയുന്നത്. സെക്കൻഡ് വൺ, ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. അവിടെ എന്തൊക്കെയായിരിക്കും അവർക്കുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത്? ലോജിക്കലി തിങ്ക് ചെയ്യാൻ പറ്റും, പ്രോബ്ലം സോൾവിങ്സിന് പറ്റും, നമ്പേഴ്സ് വെച്ചിട്ട് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് സാധാരണ രീതി നമ്മൾ പറയുമ്പോൾ പസിൽസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നവര്, എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ താല്പര്യമുള്ളവര്, മാത്ത് ഇഷ്ടപ്പെടുന്നവര്, ഇവരൊക്കെ നമുക്കൊരു സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ളവരെ കാണാൻ പറ്റുന്നത് സയന്റിസ്റ്റ് ആയിട്ട്, എഞ്ചിനീയേഴ്സ് ആയിട്ട്, അക്കൗണ്ടൻസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തത് സ്പേഷ്യൽ ഇന്റലിജൻസ്. പിക്ചറിൽ സ്മാർട്ട് ആയിട്ടുള്ളവർ, വിഷ്വലൈസ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. മെന്റലി അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇമേജ് രൂപത്തിൽ കാണുകയും അത് അവർക്ക് വിഷ്വലി അത് കാണാൻ പറ്റുന്ന രീതിയിൽ അത് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ, അതല്ലെങ്കിൽ അത് കാണിക്കാനായിട്ട് അത് ആർട്ടിസ്റ്റ് ലൈക്ക് ആർട്ടിസ്റ്റ്, ആർക്കിടെക്ട്സ്, പൈലറ്റ്സ്, ഡിസൈനേഴ്സ്, ഇതൊക്കെ അവർ ഇമാജിൻ ചെയ്തിട്ട് അവർ വിഷ്വലിലൂടെ നമ്മളെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അടുത്തത് മ്യൂസിക്കൽ ഇന്റലിജൻസ്. എന്തൊക്കെയായിരിക്കും മ്യൂസിക്കൽ ഇന്റലിജൻസിൽ വരുന്നത്? സൗണ്ട്സ്, റിഥംസ്, ഇതൊക്കെയാണ് നമുക്ക് ടോൺസ്, മ്യൂസിക്, ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. റിഥംസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ പാടാൻ നന്നായിട്ട് പറ്റുന്നവര്, ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യാൻ പറ്റുന്നവര്, മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇതില് ടൈപ്സിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. മ്യൂസീഷ്യൻസും കമ്പോസേഴ്സും അതുപോലെ സിംഗേഴ്സും ഒക്കെ ഇതിൽ പെടുന്നവരാണ്. അടുത്തത് ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. ബോഡി സ്മാർട്ട് ആയിട്ടുള്ളവർ, അതെന്തൊക്കെയായിരിക്കും? അവർ ബോഡി ഇഫക്റ്റീവ് ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തിന്? അവർ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ, പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട്. സ്പോർട്സിൽ താല്പര്യമുള്ളവരായിരിക്കും, ഡാൻസ്, ആക്ടിങ്, അതുപോലെ ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസിലൊക്കെ താല്പര്യപ്പെടുന്നവരായിരിക്കും. ഇവരൊക്കെ നമ്മൾ സാധാരണ കാണുന്നത് അത്ലീസ്റ്റ്, ഡാൻസേഴ്സ്, ആക്ടേഴ്സ്, സർജൻസ് ഒക്കെ ആയിട്ടാണ് നമുക്ക് ഇവരെ കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തത് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരായിട്ട് ഇഫക്റ്റീവായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റും, മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് പറ്റും, നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ളവരായിരിക്കും, ഒരു ടീം വർക്കും ലീഡർഷിപ്പും ഒക്കെ ചെയ്യാൻ അവർക്ക് താല്പര്യമുള്ളവരായിരിക്കും. അതുപോലെ അവർ അതിൽ എക്സ്പേർട്ട് ആവുകയും ചെയ്യും. ഇതൊക്കെ സാധാരണ രീതിയിൽ ടീച്ചേഴ്സിലും ലീഡേഴ്സ്, കൗൺസിലേഴ്സ്, ഇവർക്ക് വാക്കുകൾ നന്നായിട്ട് അനായാസം കൈകാര്യം ചെയ്യാനായിട്ടും മറ്റുള്ളവരിലെ കൂടുതൽ നമ്മളിലേക്ക് ആകർഷിക്കാനും ഒക്കെ അവർക്ക് കഴിയും. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളിൽ മറ്റുള്ളവരിലോട്ട് ആശയ രൂപത്തിൽ അവർക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് സാധിക്കും. അടുത്തത് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. എന്താണ് ഇൻട്രാപേഴ്സണൽ? അവനവനിലേക്ക് തന്നെ ഒതുങ്ങുന്ന ഒരു രീതിയാണത്. അണ്ടർസ്റ്റാൻഡ് വൺസ് ഓൺ ഫീലിങ്സ്, ഗോൾസ് ആൻഡ് മോട്ടിവേഷൻസ്.
അത് കൂടുതലും നമ്മൾ കാണപ്പെടുന്നത് ഫൗണ്ടിങ് ഫിലോസഫേഴ്സ്, സൈക്കോളജിസ്റ്റ്, സ്പിരിച്വൽ ലീഡേഴ്സ് ഇവരൊക്കെയാണ് നമ്മൾ കാണപ്പെടുന്നത്. പിന്നെ ഒരു നയൻത്ത് ഒരെണ്ണം കൂടി പറയുന്നുണ്ട്, എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്. അവർ കൂടുതലും എബിലിറ്റി ടു തിങ്ക് അബൌട്ട് ഡീപ് ക്വസ്റ്റ്യൻസിനെ പറ്റി കൂടുതലായിട്ട് ചിന്തിക്കാൻ കഴിയുന്നവര്, മീൻസ് ലൈഫ്, ഡെത്ത്, പർപ്പസ്, സ്പിരിച്വാലിറ്റി, ഇതിനെ പറ്റിയൊക്കെ കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നവരാണ് അവര്. ഫിലോസഫേഴ്സ് ഉണ്ടാവായിരിക്കാം, അതുപോലെ ഈ പറഞ്ഞ നമുക്ക് പറഞ്ഞ ഇന്റലക്ച്വൽ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസിൽ വരുന്നവരൊക്കെ തന്നെയാണ് അതിലും ഉൾപ്പെടുന്നത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്തൊക്കെ, 8 ഇന്റലിജൻസ് ആണ് വരുന്നത്. പല രീതിയിലാണ് വരുന്നത്. ഓരോരുത്തരും യുണീക്ക് ആയതുകൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന ഇന്റലിജൻസിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. അല്ലെ, ഇന്റലിജൻസ് ക്യാൻ ഗ്രോ വിത്ത് പ്രാക്ടീസ് ആൻഡ് ലേണിംഗ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇത് പഠിക്കുന്നത് എന്തിനാ, ഇപ്പൊ ഒരു ടീച്ചറെ സംബന്ധിച്ച് ഒരു കുട്ടിക്ക് ഒരു എബിലിറ്റി മാത്രമല്ല, ചിലപ്പോൾ സാധാരണ രീതിയിൽ നമ്മളുടെയൊക്കെ ഈ എബിലിറ്റിയെ കാണിക്കുന്നത് എങ്ങനെയായിരിക്കും, നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുടെ, ചില നന്നായിട്ട് പാട്ട് പാടുന്നതും ഡാൻസ് ചെയ്യുന്നതൊക്കെ വെച്ചിട്ട് അവർക്ക് ഒറ്റ ഒരു എബിലിറ്റി ആണ് ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നന്നായിട്ട് പാടുന്നവർ, നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നവരായിരിക്കാം, മ്യൂസിക് കമ്പോസ് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് പറ്റും, അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പ്ലേ ചെയ്യാൻ പറ്റുന്നവരായിരിക്കാം, ഇനിയിപ്പോ ചിലപ്പോൾ അവർ നന്നായിട്ട് സംസാരിക്കുന്നവരായിരിക്കാം, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ കാണപ്പെടാത്തത് കൊണ്ടിട്ട് അത് പുറത്തേക്ക് വരാതെ പോകുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് ഒരു ടീച്ചറിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നു നമുക്ക് നോക്കാൻ പറ്റുന്നത്. കാരണം ഒരു ടീച്ചറെ സംബന്ധിച്ച് ഒരു കുട്ടിക്കുള്ള ഒരു ഇന്റലിജൻസ് അല്ല, ഒന്നിലധികം ഇന്റലിജൻസ് കണ്ടുപിടിക്കാൻ ഒരു ടീച്ചർക്ക്, ഒരു പേരൻസിനോ കഴിയുവാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഒരു സക്സസ് ആണ്. അതുകൊണ്ടാണ് ടീച്ചേഴ്സ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷനിൽ അത് എന്തൊക്കെ സാധ്യമാക്കും നോക്കാം. റെക്കഗ്നൈസ് ഡിഫറെന്റ് സ്ട്രെങ്ത് ഇൻ സ്റ്റുഡൻസ്. സ്റ്റുഡൻസിന്റെ കുട്ടികളെ സംബന്ധിച്ച് ഒന്നിലധികം എബിലിറ്റീസ് അവർക്ക് ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റിയാൽ അത് വലിയൊരു സക്സസ് ആണ്. ഡിസൈൻ ആക്ടിവിറ്റീസ് കാറ്ററിംഗ് ടു മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. അവോയ്ഡ് വൺ സൈസ് ഫിറ്റ്സ് ഓൾ ടീച്ചിങ് മെത്തേഡ്. അതായത് ഒരു ടൈപ്പ് സ്ട്രാറ്റജിയിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും പറ്റണം, അല്ലെങ്കിൽ എല്ലാവരും ആ രീതി ഫോളോ ചെയ്യണം എന്നുള്ളതിൽ നിന്നൊരു മാറ്റം വരുത്താൻ പറ്റും. കാരണം ഓരോ കുട്ടിയും ഡിഫറെന്റ് ആണ്, യുണീക്ക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിക്കും നമ്മൾ കൊടുക്കേണ്ട സ്ട്രാറ്റജീസിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കണം. എൻകറേജ് ഓൾ റൗണ്ട് ഡെവലപ്മെന്റ്. എല്ലാ രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സമ്മറി ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ, എവ്രി വൺ ഈസ് ഇന്റലിജന്റ് ഇൻ യുണീക്ക് വേസ്. എഡ്യൂക്കേഷൻ ഷുഡ് ഡെവലപ്പ് ഓൾ ടൈപ്സ് ഓഫ് ഇന്റലിജൻസസ്. ഗാർഡനേഴ്സ് തിയറി പ്രൊമോട്ട്സ് ഇൻക്ലൂസീവ് ആൻഡ് ഹോളിസ്റ്റിക് ലേണിംഗ്. അപ്പൊ ഒരു ടീച്ചറെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ ഓരോ കുട്ടിയുടെയും ഒന്നിലധികം മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കണ്ടെത്താനും ഒരു ടീച്ചർക്ക് കഴിയുക എന്നത് ഒരു ടാസ്ക് ആണ്. എന്നിരുന്നാൽ പോലും നമ്മളത് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ പേരൻസിനോട് പറയാൻ, ഇങ്ങനെയുള്ളൊരു ടാലന്റ് കൂടി നിങ്ങളുടെ കുട്ടിക്കുണ്ട്, എനിവേ നമ്മൾ ആ രീതിയിലൊന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ്, ചിലപ്പോൾ കുട്ടി ആ രീതിയിലും കുട്ടിക്ക് അവരുടെ ഭാവിയിൽ ഫ്യൂച്ചറിൽ അവർക്ക് ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും.